ശരിക്കും കലാകാരന്മാർക്ക് മരണമില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ ഇത് എല്ലാ കാലവും അങ്ങനെ നിൽക്കും. അതിന് പുറമെ ഇപ്പോൾ ഞാനില്ലാതായി കഴിഞ്ഞാലും കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ കുഞ്ഞിനി മാഷ്ട വീട്ടിലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലേക്ക് ആൾക്കാർ പോകുമ്പോൾ കാണുന്ന കുറേ കാഴ്ചകൾ, അതുപോലെ എം.എ.ടി. മുസ്ലിൻ്റെ വീട്ടിൽ വന്നാൽ ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാം. സന്തോഷം, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചു പോകാമല്ലോ. ഈ ഒരു വീടുണ്ടല്ലോ, തറവാട് വീടാണല്ലോ. ഇതിന്റെ തറവാട്. ഇത് എത്ര വർഷം പഴക്കമുണ്ട്? ഇതിന് ശരിക്കും 82-ലാണ് ഈ വീട് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അച്ഛൻ്റെ മരണശേഷം ഞാൻ കുറച്ച് ആദ്യം ഒരു ഓടിട്ട വീടായിരുന്നു. അച്ഛൻ്റെ മരണശേഷം ഞാൻ അതിൻ്റെ ഒന്ന് പുതുക്കി പണിതു. പക്ഷെ എന്നാലും ഇപ്പോഴും ആ ഒരു പാരമ്പര്യം അവിടെ ഉണ്ട്. ഇങ്ങനെ കാക്കയുടെ ശബ്ദം ഉണ്ടാക്കുന്ന ആളെ കിട്ടുമോ? അപ്പൊ അത് എങ്ങനെയാ ഇവിടുന്ന് വരണേ എന്ന് ചോദിക്കുക ആൾക്കാരും. കോഴിയാകുമ്പോ പിന്നെ ഇവിടെ ഇരിക്കുമ്പോ അംഗീകാരങ്ങളുടെ നടുവിൽ കിടക്കുമ്പോ ഒരു സുഖം. ഇതിപ്പോ ഓടിക്കില്ല. ഓടിക്കാന്ന് വെച്ചപ്പോ അത് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്ത ആളെ വർഷം ഓക്കെ ആവും. പക്ഷെ ഇനി ഓടിക്കണ്ട. ഒരു 10-20 വർഷം ഓടിയ ആളാ. ഇനി റെസ്റ്റ് എടുക്കട്ടെ. പൂച്ചകളൊക്കെ വരുമ്പോ എല്ലാരും വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ മീനെടുത്ത് എന്നിട്ടാണ് പെണ്ണുങ്ങൾ എന്താ മാണ്ടിയായി നല്ല മാന്തണ്ട് കൊണ്ടേക്കോളി, ബിയാപ്പിളക്ക് മാന്ത ഇഷ്ടമല്ലേ, ഓൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാന്തമാണെന്ന് ഒക്കെ പറഞ്ഞിട്ട്. ഈ എം.എ.ടി. മൂസ ഇങ്ങനെ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് ഞാൻ മമ്മൂക്കയുടെ കൂടെ സിനിമയിൽ അഭിനയിക്കുന്നത്. ആ സെറ്റിലുള്ള ആളുകളൊക്കെ എന്നെ മുസുകായ് ഇങ്ങോട്ട് വരും, ഇവിടെ ഇരിക്കും, മുസുകായ് ഇവിടെ വരും, മുസുകായ് അടുത്തുള്ള സീനാ ഇങ്ങനെ. അപ്പോൾ എടാ നിന്റെ പേര് വിനോദ് എന്നല്ലേ മമ്മൂക്ക? ഞാനിപ്പോൾ എല്ലാവരും മുസുകാനെ വിളിക്കണം. മമ്മൂക്ക എന്താ ചെയ്യാൻ, നല്ലതാടാ. നമ്മുടെ പേര് മാറിയിട്ട് മറ്റൊരു പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് ഒരു ഭാഗ്യമാണ്. എനിക്കത് ബോധ്യപ്പെടുത്തി തന്നത് നമ്മുടെ മമ്മൂക്കയാണ്. ഇപ്പോഴും അവരൊക്കെ കോണ്ടാക്റ്റിലുണ്ടോ? പിന്നെ എല്ലാവരും മോളെ എയറോസ്റ്റസ് ആണ്. ആഗ്രഹം അവൾ സാധിച്ചു. ദുബായിലാണ്. ഇതാണ് വൈഫ് അല്ലേ? എനിക്കൊന്ന് ഇന്റർവ്യൂ കണ്ടു. ഞാൻ 4 കല്യാണം കഴിച്ചു, ഒരേ വൈഫ് 4 തവണ. ഇത് എത്രാമത്തെ കല്യാണത്തിന്റെ ഫോട്ടോ ആയിരുന്നു? രണ്ടാമത്തെ കല്യാണം. അതുപോലെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചൊരു പെണ്ണുണ്ട്. എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു 5 വർഷം. അവളും അവസാനം എന്നെ ഇട്ടേച്ചു പോയത് ഈ കാരണം കൊണ്ടാണ്. ഞാൻ 11 പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. 11 പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടമായതാണ്. പക്ഷെ അവർക്ക് എന്നെ ഇഷ്ടമായില്ല. കലാകാരനാണ് ഞാൻ. പക്ഷെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് കിട്ടുന്ന വരുമാനം എനിക്കൊരു മാസം കിട്ടുന്നുണ്ട്. അതിന് ശമ്പളമല്ല, അത് കൂലിയാണ്. നിന്നെ ഒരു വിഷമം കൂടാണ്ട് പോറ്റാൻ എനിക്ക് സാധിക്കും. അതെൻ്റെ ധൈര്യമാണ്. ഈ കൊടുത്ത ധൈര്യം അവൾ വീട്ടിൽ പോയിട്ട് വാശി പിടിച്ചതിൻ്റെ പേരിലാണ് കല്യാണം നടന്നത്. ഇന്ന് അവൾ എൻ്റെ കൂടെ സുഖലോലുപയായിട്ട് ജീവിക്കുക. പ്രേമിച്ച പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ പെണ്ണിനെ പ്രേമിക്കുക എന്നുള്ള രചന നാരായണൻ കുട്ടികളുടെ എല്ലാവരും ഈ മറിമായത്തിലൂടെ വന്നല്ലേ സിനിമയിൽ എത്തിപ്പെട്ടു. നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് വന്നത് കാരണം ഏത് ക്യാരക്ടറും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായത് മറിമായത്തിൽ. കാരണം 870 കഥാപാത്രങ്ങളാണ് മറിമായത്തിലൊക്കെ ചെയ്ത് 15 വർഷം കൊണ്ട്. ഇന്നൊരാളുടെ പെർഫോമൻസ് ഗംഭീരാണെന്ന് പറയാൻ തോന്നുന്ന ഒരാളുടെ പേര്? എല്ലാവരും. ഇപ്പോൾ മണികണ്ഠനാണ് ഞങ്ങളുടെ അവിടുത്തെ കിങ്. ഹായ്, ഹലോ, നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഒരുപാട് പച്ചപ്പും ഹരിതാപൊക്കെ നിറഞ്ഞ ഒരു വീടിന് മുമ്പിലാണ്. ഇത് ആരുടെ വീടാണ് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നേരെ ഈ ബോർഡിലേക്ക് നോക്കിയാൽ മതി. വിനോദ് കോവൂറിന്റെ വീട്ടിലാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. വായോ, പോയിട്ട് നോക്കാം. ഹലോ, സുഖായിരിക്കുന്നു കേട്ടാ? ഞാനേ ഈ വീട്ടിൽ വരുമ്പോ എന്റെ ആദ്യത്തെ ശ്രദ്ധ പോകുന്നത് ഈ ആ കാണുന്ന വണ്ടിയിലേക്കാ. അവിടെ വരെ പോയാലൊന്ന്. എനിക്ക് തോന്നുന്നു ചേട്ടന്റെ കരിയറിൽ തന്നെ ആളുകൾ ഓർത്തെടുക്കുന്ന ഒരു പേരും അതുപോലത്തെ ഒരു വണ്ടിയും ആണ്. കേറിയിരിക്കട്ടെ, ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഇതിപ്പോഴും ഓടിക്കാൻ പറ്റുമോ? ഇതിപ്പോ ഓടിക്കൂല. ഓടിക്കാന്ന് വെച്ചപ്പോ അത് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്ത ആളെ വർഷം ഓക്കെ ആവും. പക്ഷെ ഇനി ഓടിക്കണ്ട. ഒരു 10-20 വർഷം ഓടിയ ആളാ. ഇനി റെസ്റ്റ് എടുക്കട്ടെ. ഈ എം.എ.ടി. മൂസ എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ എല്ലാ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം ഈ വണ്ടീന്റെ ഇമ്പോർട്ടൻസ്. ഈ വണ്ടി മാത്രം കണ്ടാൽ മതി, നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാം. ലോകം മുഴുവൻ കണ്ട എം.എ.ടി. ആണത്. 16 വർഷം ഒരു മീൻകാരൻ ഓടിച്ച വണ്ടിയാണ്. ശരിക്കും മീൻകാരൻ ഓടിച്ച വണ്ടിയാണ്. അയാളുടെ അടുത്താണ് ഞങ്ങൾ ഈ വണ്ടി എം.എ.ടി. മൂസിലേക്ക് വാങ്ങിക്കുന്നത്. എം.എ.ടി. മൂസിൽ ഞാനൊരു 4 വർഷം ഓടിച്ചു. അങ്ങനെ 20 വർഷം ഇയാൾ ഓടി. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പം വൈൻഡപ്പ് ചെയ്തപ്പം ഞാൻ ഡയറക്ടറോട് പറഞ്ഞു, സാറേ, പ്രൊഡ്യൂസറോടും പറഞ്ഞു, സാറേ ഈ വണ്ടി എനിക്ക് തരണം.
ഓ ഇത് ഇതിന്റെ MIT മൂസിയുടെ ഓർമ്മയായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചോളാം. സൂക്ഷിക്കാണ് ഓക്കെ വിനോദ് എന്നാണ്. അങ്ങനെ ഞാൻ നേരെ ഓടിച്ചിട്ടാണ് അവിടെ വന്ന് കയറ്റിയത്. അവിടെ കൊണ്ട് ആളെ ഇങ്ങനെ ഒരു പന്തലൊക്കെ ഇട്ട് അവിടെ ഇട്ട് കൊടുത്തു. ആൾക്കൊരു സ്ഥലമൊക്കെ റെഡിയാക്കി കൊടുത്തു. ഇവിടെ വരുന്ന ആളുകൾക്ക് മുഴുവൻ കൗതുകമാണ് ഈ വണ്ടി കാണുമ്പോൾ. കുട്ടികൾക്കാണ് ഭയങ്കര കൗതുകം. കുട്ടികൾ വന്നാൽ ഇതിന്റെ മേലെ കയറി ഇരിക്കുന്നിട്ട് പറയേ. അങ്ങനെ ഒരു 2 ഡയലോഗ് ഒന്ന് പറയാം. ഇതിലിങ്ങനെ സാധാരണ ഞാൻ MIT മൂസിൽ അഭിനയിക്കുമ്പോൾ ഇത് ഓടിച്ചിട്ട് ഈ പെണ്ണുങ്ങളെ കണ്ട വണ്ടി നിർത്തുമല്ലോ. നിർത്തി കഴിഞ്ഞാൽ ആദ്യം എൻ്റെ അടുത്ത് കൂടി വരാരെന്നറിയാം പൂച്ചകള്. മീനുണ്ടോ? പൂച്ചകളൊക്കെ വരുമ്പോ എല്ലാരും വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ മീനെടുത്ത് എന്നിട്ടാണ് പെണ്ണുങ്ങൾ എന്താ മാണ്ടിയായി നല്ല മാന്തണ്ട് കൊണ്ടേക്കോളി, പിയാപ്പിളക്ക് മാന്ത ഇഷ്ടല്ലേ, ഓൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാന്തമാണെന്ന് ഒക്കെ പറഞ്ഞിട്ട്. കഥാപാത്രല്ലേ ആളുകളെ ഇപ്പൊ പറയും പോലെ വണ്ടി കയറി കഥാപാത്രം അതപ്പോഴങ്ങോട്ട് വരും. ഈ ഒരു വീടുണ്ടല്ലോ, തറവാട് വീടാണല്ലേ? തറവാട്. ഇത് എത്ര വർഷം പഴക്കുണ്ട്? ഇതിന് ശരിക്കും 82-ലാണ് ഈ വീട് ഉണ്ടാകുന്നത്. പക്ഷെ ഞാൻ അച്ഛൻ്റെ മരണശേഷം ഞാൻ കുറച്ച് ആദ്യം ഒരു ഓടിട്ട വീടായിരുന്നു. അച്ഛൻ്റെ മരണശേഷം ഞാൻ അതിൻ്റെ ഒന്ന് പുതുക്കി പണിതു. പക്ഷെ എന്നാലും ഇപ്പോഴും ആ ഒരു പാരമ്പര്യം അവിടെ ഉണ്ട്. പിന്നെ കയറി വരുന്ന സ്റ്റെപ്പ് കണ്ടില്ലേ, അതൊന്നും മാറ്റിയിട്ടില്ല. 21 സ്റ്റെപ്പ് ഉണ്ട്. ആ 21 സ്റ്റെപ്പ് കയറിയാലേ വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ വെച്ചു. അതൊക്കെ വേണമെങ്കിൽ എനിക്ക് മാറ്റി സ്ലോപ്പാക്കാം, വണ്ടി കയറുന്ന രീതിയിലാക്കാം. പക്ഷെ ഞാനത് ആക്കിയില്ല. അപ്പോഴേ പൈതൃകം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. വണ്ടിയൊക്കെ കയറുന്ന ചേട്ടൻ്റെ വീട് തൊട്ടടുത്തുണ്ട്. ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കാറൊക്കെ കയറുന്നത്. ഇവിടെ ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് ഈ ചെടികളൊക്കെ സൂക്ഷിച്ച്, ഈ ചെടികൾ എന്ന് പറഞ്ഞാല് ഫുള്ള് മഞ്ഞപ്പൂക്കളൊക്കെ ചെടിയാണ്. ആ മഞ്ഞപ്പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് ഭയങ്കര പക്ഷികളും പൂമ്പാറ്റകളും ഒക്കെ വന്ന് തേൻ കുടിക്കും. ഒക്കെ രാവിലെ അത് കണി കാണുന്നത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ചേട്ടൻ ജനിച്ചു വളർന്നത് ഇവിടെയല്ല. ജനിച്ചു വളർന്നത് ശരിക്കും മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ്. എൻ്റെ അച്ഛനും അമ്മയും മെഡിക്കൽ കോളേജ് സ്റ്റാഫായിരുന്നു. അപ്പം മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങൾ കുട്ടിക്കാലമൊക്കെ. അവിടുത്തെ ക്വാർട്ടേഴ്സിലായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ അച്ഛൻ ഇവിടെ സ്ഥലം വാങ്ങി ഇവിടെ വീട് വെച്ചത്. അവിടെ മുതൽ 82 മുതൽ പിന്നെ ഇവിടെ. അകത്തേക്ക് കയറിയാലോ? ഓ കയറാം. ആദ്യം ഇവിടെ വരുമ്പോ തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു ഫോട്ടോ ഫ്രെയിം. ഇത് വരച്ചതല്ലേ? ഇത് വരച്ചതാ. ഇതെന്റെ ഒരു ചെറിയച്ഛനാണ്, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ്. അയാൾ നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു. അയാൾ വരയ്ക്കും, പാട്ടുകൾ കമ്പോസ് ചെയ്യും, ഓടക്കുഴൽ വായിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വരച്ചാണ് 22 വർഷം മുമ്പ്, എൻ്റെ 28 വർഷം മുമ്പ് എൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ കല്യാണത്തിന്റെ തലേദിവസം ചേട്ടന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണത്. അന്നൊക്കെ വീട് ഓട് വീടാണ്. പക്ഷെ പിന്നെ ഇത് ടെറസ് വീടാക്കുമ്പോഴും ഈ ചിത്രം നഷ്ടപ്പെടാത്ത രീതിയിൽ വീട് ടെറസാക്കി. പിന്നെ ആരും ഇതിന് മേലെ കൈ വെച്ചില്ല, കാരണം ഇതിങ്ങനെ ശരിക്കും തൂക്കിട്ട പോലെയായിരുന്നു. ആ പെൻസിലൊക്കെ ആളുകൾ എടുക്കുമായിരുന്നു, അത്ര ഒറിജിനാലിറ്റി ആയിരുന്നു. പിന്നെ കുട്ടിക്കാലത്ത് ഏട്ടന് മക്കളുണ്ടായപ്പോഴേ ഏട്ടന്റെ മോളെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എല്ലാ മക്കളും അച്ഛൻ കുട്ടികളെ എടുത്തു കൊണ്ടുവന്നിട്ട് ഈ ചിത്രത്തിന് മുന്നിൽ വരും. റോഡ്, പാലം, വെള്ളം, മരം, പശു, വീട്, കൊക്ക്, ആകാശം, കുട്ടികൾ അതിങ്ങനെ പറയും. അങ്ങനെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്ത ഒരു. പിന്നെ അതിലും വലിയൊരു സംഭവം, കുഞ്ഞിനി മാഷ് ഈ വീട്ടിൽ വന്നപ്പം ഈ ചിത്രം കണ്ടപ്പോൾ കുഞ്ഞിനി മാഷക്ക് ഭയങ്കര ആകർഷണം തോന്നി. കുഞ്ഞിനി മാഷ് ചോദിച്ചത് ആരാ വരച്ചതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ചെറിയച്ഛനാണ്. എന്താ പേര്? ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഗോവിന്ദ്. ഗോവിന്ദൻ എന്നാണ്. അപ്പം ഉടനെ കുഞ്ഞിനി മാഷ്, ഗോവിന്ദൻ കറുത്ത് കുറുതായിട്ട് ചിത്രവും വരയ്ക്കും, ഓടക്കുഴലൊക്കെ വായിക്കുന്നൊരു. അപ്പൊ ഞാൻ അതെ, എൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ആ സത്യമാണ്. കുഞ്ഞിനി മാഷ് ക്ലാസ് എടുത്തിരുന്ന സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. അപ്പം ചെറിയച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോഴേക്ക് കുഞ്ഞിനി മാഷക്ക് സംഘം. കുഞ്ഞിനി മാഷ് ഈ ചിത്രത്തെ ആണ്ട് കെട്ടിപ്പിടിച്ചിട്ടേ എന്തും മിടുക്കനായിരുന്നു എന്നറിയോ. അപ്പൊ ദൈവമാണ് എന്നെ വിനോദിന്റെ വീട്ടിൽ കൊണ്ട് എത്തിച്ചത്, അവന്റെ ഓർമ്മയായില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കത് ഈ നേരെ ഞാൻ നോക്കുമ്പോ ഈ മുറി നിറയെ ഈ വീട് മുഴുവൻ മൊത്തം അംഗീകാരങ്ങളാണല്ലേ. എനിക്ക് ഇതേപോലെ കിട്ടിയ അവാർഡുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതിനി ഭാവിയിൽ എൻ്റെ ഒരു മ്യൂസിയം ആക്കിയിട്ട് കംപ്ലീറ്റ് ഫോട്ടോസ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. കുട്ടിക്കാലം മുതൽ കിട്ടിയ ഈ കപ്പൊക്കെ കണ്ടോ, ഇതൊക്കെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ കപ്പുകളാണ്. അതൊന്നും കളഞ്ഞിട്ട് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അല്ലേ? അത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ ഇവിടെ നോക്കുമ്പോ നമ്മുടെ MIT മൂസയുടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട്. ഇപ്പോഴും അവരൊക്കെ കോണ്ടാക്ടിലുണ്ട്. പിന്നെ എല്ലാവരും മോളെ എയറോസ്റ്റസ് ആണ്. ആഗ്രഹം അവൾ സാധിച്ചു. മകൻ ദുബായിലാണ്. ഇടയ്ക്ക് വിളിക്കും. എന്റെ മറുമായം ഓരോന്ന് കാണുമ്പോൾ എല്ലാരും വിളിക്കും. പിന്നെ ഇവിടെ ഇരിക്കുമ്പം അംഗീകാരങ്ങളുടെ നടുവിൽ കിടക്കുമ്പോ ഒരു സുഖ.
കാരണം ഈ അവാർഡുകളൊക്കെ കിട്ടിയ സന്ദർഭങ്ങളും പേപ്പർ കട്ടിങ്സ് അതുവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മനോരമയിൽ വന്ന പേപ്പർ കട്ടിങ്സ് ആണ്. മമ്മൂക്കയുടെ കൂടെ ഇതാണോ അതാണ് ആദ്യം എടുത്ത ഫോട്ടോ കേട്ടോ, പരിന്തിലെ ഫോട്ടോ ആണ് അത്. ലാലേട്ടന്റെ കൂടെ സെയിം കോസ്റ്റ്യൂം എമിറ്റി മൂസയുടെ അത് ലാലേട്ടനും ഞാനും സുരഭിയും കൂടി ഒരു സ്കിറ്റ് ചെയ്തിരുന്നു. എമിറ്റി മൂസയും പിന്നെ ലാലേട്ടനും ഞാനും കൂടെ ഗൾഫില് അന്ന് എടുത്ത ഫോട്ടോ. അത് ലാലേട്ടൻ ഞങ്ങളെ ഭയങ്കര കാര്യം നിങ്ങൾ രണ്ടുപേരും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചിത്രം. സന്തോഷം മുഖത്തുണ്ട് കേട്ടോ, ആദ്യമായി കാണുകയും ഫോട്ടോ എടുക്കുന്ന സന്തോഷം മുഖത്തുണ്ട്. അത് പരുന്തിലെ മമ്മൂക്ക, ഇത് ഫേസ് ടു ഫേസ് എന്ന സിനിമയിലെ മമ്മൂക്കയാണ് ഈ കാണുന്നത്. ചേട്ടാ ഇതെന്താ ഈ സിൽവർ? ഇത് ഖത്തറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ്. രണ്ടെണ്ണം എന്നല്ല, കുറെ ഉണ്ട്. 2-3 എന്റെ സുഹൃത്തുക്കളും ഉണ്ടായതാ. അതൊരു അവാർഡ് പോലെ ഖത്തറിലെ അവരുടെ രാജാവിന്റെ ഒരു ഇതാണത്. അവിടെ ഖത്തറിലെ ആര് ചെന്നാലും ഇതാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഭയങ്കര ഐശ്വര്യ വീട്ടിൽ വെച്ചാൽ. ഇത് വേറെ 2-3 ഉണ്ടായിരുന്നു. ഒന്ന് ചേട്ടന്റെ വീട്ടിലുണ്ട്, ഒന്ന് ഇത് കൂട്ടുകാരെ വന്നപ്പോ കുറെ എണ്ണം കണ്ടപ്പോ ഒന്ന് ഞാൻ കൊണ്ടുപോകുന്ന അങ്ങോട്ട്. ഇത്ര ആളുകൾ കൊണ്ടുപോയിട്ടെന്ന് അറിയോ? ഇത്രയൊക്കെ എന്തിനാ നിനക്ക്, ഞങ്ങൾ കൊണ്ടുപോട്ടെ. ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഭയങ്കര അനുഭവം. എൻ്റെ ഫസ്റ്റ് മിമിക്രി ട്രൂപ്പിലെ എൻ്റെ മെമ്പേഴ്സാണ്. ദേവരാജ്, നിർമ്മൽ പാലാഴി, ഞാന്. എനിക്കിത് എല്ലാ ഓർമ്മകളുണ്ട്. ആദ്യത്തെ അവാർഡ് തൊട്ട് കിട്ടിയ എല്ലാ ഓർമ്മകളും സൂക്ഷിച്ചു. അത് ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കിയാൽ നമുക്കറിയാം. മോളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇത് അതേ കാരണത്തിൽ എന്ന ഷോർട്ട് ഫിലിമിലെ അഭിനയത്തിന് എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ കോഴിക്കോട് എന്നെ ആദരിച്ചപ്പം ഒരാൾ തന്ന ഗിഫ്റ്റാണ്. അതേ കാരണത്താൽ ഈ ഇതിനകത്ത് നിറയെ അവരുടെ ഈ സിനിമയെക്കുറിച്ച് ആളുകൾ എഴുതിയ അഭിപ്രായങ്ങളാണ് ഇരിക്കുന്ന മുഴുവൻ. ഞാൻ ഇത്ര സൂക്ഷിച്ചു വെച്ചോണ്ട് ചോദിക്കും, പണ്ട് ഈ മാക്സിന്റെ ബുക്കില് മമ്മൂക്കയുടെ അത് ഞാൻ എപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അത് എപ്പോഴോ പഴയ സാധനങ്ങളെ വിൽക്കുന്ന കൂട്ടത്തിൽ അമ്മയെടുത്ത് വിറ്റു. അതാണ്ടായി, സങ്കടമായി. ഇതിലിപ്പം ഒത്തിരി അവാർഡ് ഉണ്ട്, എല്ലാം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. എങ്കിലും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു അവാർഡ് ഉണ്ട് ഇവിടെ. അല്ല, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന അവാർഡ് ഞാൻ പറഞ്ഞ അതേ കാരണത്തിൽ എന്ന സിനിമ, അത് ഇതിൽ കിട്ടിയ ഏതോ ഒരു സാധനം അതാണ്. ഏതാണെന്ന് എനിക്ക് പരമ്പര മോളിൽ എവിടെയോ ഇരിക്കേണ്ടത്. ഇതാണ് വൈഫ് അല്ലേ? എനിക്കത് ഇന്റർവ്യൂ കണ്ടു. ഞാൻ 4 കല്യാണം കഴിച്ചു, ഒരേ വൈഫ് 4 തവണ. ഇത് എത്രാമത്തെ കല്യാണത്തിന്റെ ഫോട്ടോ ആയിരുന്നു? രണ്ടാമത്തെ കല്യാണം. പക്ഷെ അതൊരു ഭയങ്കര രസമുള്ള കാര്യമില്ല അല്ലേ, സന്തോഷമുള്ള കാര്യം. 4 തവണ ഞാൻ കല്യാണം. പണ്ട് ജഗദീഷ് ചേട്ടൻ ഒരു TV ഷോയിൽ എന്നോട് പറഞ്ഞു, വിനോദം ഇനി PSCയിൽ ക്വസ്റ്റൻ ഒക്കെ വരും, 4 തവണ സ്വന്തം ഭാര്യയെ കല്യാണം കഴിച്ച കലാകാരനാണ്. കൊള്ളാം. ഇവിടെ ഇപ്പൊ എടുത്ത് പറയുന്നത് ഒരു പൂജാമുറി ഇവിടെ തന്നെ. കുഞ്ഞിന്റെ മാഷ് കിടന്നൊരു ബെഡും കൂടെയാണ്. ഇത് ആരുടെ പെയിന്റർ? അത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കൂട്ടുകാരനുണ്ട്, വികാസ് എന്നാണ് പേര്, വികാസ് കോവൂർ. അദ്ദേഹം ഒരു കിഡ്നിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരുപാട് പ്രയാസത്തില്ല. അപ്പോൾ അദ്ദേഹം എനിക്ക് ആ അവാർഡ് കിട്ടിയ സമയത്ത് അദ്ദേഹം തന്ന ഗിഫ്റ്റാണ്. അപ്പുറത്തെ മുറിയിലും അവിടെ ഉണ്ട് കുറെ. ശരിക്കും ഒരു മ്യൂസിയം ആക്കാനുള്ള അത്രയും ഉണ്ടല്ലേ. ഇവിടെ ഇനി സ്ഥലമില്ല, ചുമരകളില്ല. ഇനി 2 റൂമും കൂടി ഇങ്ങനെ ഷോക്കേസ് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായി. ഇതും എനിക്ക് ഒരു ആൾ തന്ന റിവാർഡാണ്. അദ്ദേഹം മരിച്ചുപോയി. എനിക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടമാണ്. ആ ചിത്രം വരച്ച ആളും മരിച്ചുപോയി. ഇതാണ് നമ്മുടെ പുസ്തകം വിനോദയാത്ര. വായിക്കാത്തവർ എത്രയും പെട്ടെന്ന് വായിക്കും. കഥകളുണ്ട്. ഇപ്പൊ ഇന്റർവ്യൂവിന്റെ അടുത്ത് പറയുമ്പോഴും ഒത്തിരി കഥകളുണ്ട്. ഇപ്പൊ വായിച്ചു കഴിഞ്ഞാൽ എത്ര കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ. ഒരുപാട് അവാർഡ്, ഇത് എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല. ഇത് വലിയൊരു അംഗീകാരം കൂടിയല്ലേ നമ്മുടെ. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാന്നുള്ളത് പലർക്കും ഇത് കെയർലെസ് ആയിട്ട് ഇടുന്ന ആളുകളുണ്ട്. പക്ഷെ എനിക്കിത് സൂക്ഷിച്ചു വെക്കാന്നുള്ളത്, കാരണം ഇതിനൊക്കെ ഒരുപാട് പണിയില്ലേ, ഇങ്ങനെ ഷോക്കേസ് പണിയാൻ, ഇതിങ്ങനെ ഓർഡറായിട്ട് വെക്കാൻ. അത് ഇപ്പം എൻ്റെ എറണാകുളത്തെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ്. അവിടെ 3 ഷോക്കേസ് നിറയെ ഇങ്ങനെയുള്ള അംഗീകാരങ്ങളാണ്. അതാണ് ഇതിനെപ്പറ്റി എനിക്കൊരു കഥ പറയാനുണ്ട്. ഇത് എനിക്ക് ലണ്ടനിലെ മലയാളികൾ സമ്മാനിച്ച ഒരു അവാർഡാണ്. എനിക്ക് 2014 ഞാൻ പറഞ്ഞില്ലേ ഒരു ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ. ആ അവാർഡ് കിട്ടിയപ്പോൾ ലണ്ടനിലെ മലയാളികളെല്ലാം ലണ്ടനിൽ വെച്ചൊന്ന് ആദരിച്ചിരുന്നു. അവിടെ വലിയൊരു ഹാളിലെ ബിഗ് സ്ക്രീനിൽ അവർ ആ സിനിമ പ്രദർശിപ്പിച്ചു. എന്നെ അന്ന് അവർ എനിക്ക് തന്ന ഒരു അവാർഡാണ്. അവിടെ നിന്ന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇത് അവിടെ നിന്ന് കൊണ്ടുവരാൻ ഞാൻ ശരിക്കും പ്രയാസപ്പെട്ടു. കാരണം എയർപോർട്ടിൽ നിന്ന് ഇത് കേറ്റൂല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്ലീഡ് ചെയ്തിട്ട് പെർമിഷൻ എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പം അതെങ്ങനെ ഇരിക്കുകയാണ്.
ഇത് ആളുകൾ പെട്ടെന്ന് കാണും ഇത് അവാർഡാണ് ചിലപ്പോൾ മനസ്സിലാവില്ല. ഇത് മറ്റേ സിമെന്റിന്റെ ചട്ടിയാന്ന് വിചാരിക്കും. ആളുകൾക്ക് പെട്ടെന്ന് ഒരു തെറ്റിദ്ധാരണ വരും. പക്ഷെ ഇത് സിൽവർ ആണ്, ഭയങ്കര വെയിറ്റ് ആണ്. വെയിറ്റ് ആണ്, ശരിയാട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അമൂല്യമായ ഒരു അവാർഡാണ്. അവാർഡാണ്. ഞാൻ വേണ്ട രീതിയിൽ ഇത് ഇങ്ങനെയൊന്നും അല്ല വെക്കേണ്ടത്. ഇപ്പൊ ഇത് വെക്കാനുള്ള ഒരു സാധനമാണെന്ന് വിചാരിക്കാതെ. അതെ അതെ, പെട്ടെന്ന് മൂല്യമുള്ള സാധനമാണ് അത് നമ്മള് മ്യൂസിയം ഒക്കെ ആക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോ സ്ഥലത്ത് സെറ്റ്. ഇതാണ് ഫാമിലി അമ്മ? ഇത് ഞങ്ങള് 3 മക്കളും അമ്മയും എൻ്റെ 2 ബ്രദേഴ്സാണ്. ഈ ബ്രദർ IOBയിൽ വർക്ക് ചെയ്യുന്നു, ഇയാൾ അഡ്വക്കേറ്റ്, തൊട്ടടുത്തുണ്ട് അമ്മ. ചേട്ടന് നല്ല കലാകാരനാണ്. ചേട്ടനും പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് നാടകവും മിമിക്രി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാം നിർത്തി. ഞാൻ മാത്രം അത് കണ്ടിന്യൂ ചെയ്തു പോയി. ഈ ഫോട്ടോ പെട്ടെന്ന് ആൾക്കാർ അത് ഇവിടെ വരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അച്ഛൻ മരിച്ചുവല്ലേന്ന് ചോദിക്കും ആ ഫോട്ടോ കാണുമ്പോൾ. ഒരു ഫോട്ടോയാ, ചിരിയും. അദ്ദേഹം ഇപ്പം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. ചിലർക്ക് ഈ അറം പറ്റി പോകും ചില ആളുകളെ. കുറേ ചിത്രങ്ങൾ വരയ്ക്കുമ്പം അങ്ങനെ പറയും ആളുകളുടെ ഈ ഒരു ഇത് വന്നിട്ട് ഇതൊരു വരാന്നൊക്കെ പറയുമ്പോഴേ എന്തോ അസുഖം വന്നിട്ട് പെട്ടെന്ന് മരിച്ചുപോയി. ഞാൻ കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായി പോയി എനിക്ക് ഞങ്ങളുടെ മരണം കേട്ടപ്പോൾ. ഇപ്പൊ 8 വർഷമായി ഇപ്പം കൊച്ചിയിലാണ്. 8 വർഷമായിട്ട് കൊച്ചിയിലാണ്. നാട് നമ്മുടെ നാട് തന്നെയല്ലേ. അന്നിപ്പോൾ ഇവിടെ ഞാൻ എത്തിയപ്പം അതിൻ്റെ ഒരു സന്തോഷം, ഇവിടെ വന്ന് ഈ ബെഡ്റൂമിൽ കിടക്കുമ്പോഴും ഇവിടുത്തെ കിണറിലെ വെള്ളത്തിൽ കുളിക്കുമ്പോഴും ഇവിടുത്തെ പുറത്തുള്ള പച്ചപ്പ് കാണുമ്പോൾ ഇതൊന്നും അവിടെ എറണാകുളത്ത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓടി വരണം. മാസത്തിലൊരു 4-5 തവണ ഞാൻ വരും ഇവിടെ. ട്രെയിനിൽ കയറി അല്ലെങ്കിൽ ആരുടെ വരും, പിറ്റേ ദിവസം തന്നെ പോവും, അങ്ങനെ കളിക്കും. ഓർമ്മകൾ നിറച്ചുള്ള വീട്. അച്ഛനമ്മയുടെ ഓർമ്മ ഇവിടെയാണ്. ഇപ്പം ഞാനിപ്പോൾ എറണാകുളത്തുള്ള എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ അവിടെ ഉണ്ട്. അതും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് മൊത്തം ഷോക്കേസ് ആക്കിയിട്ട് വെക്കണം എന്നാണ് ആഗ്രഹം. ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട് ചില സാധനങ്ങളൊക്കെ ഇതിനുള്ളിലൊക്കെ. അവിടെയൊക്കെ ഉണ്ട്, ഇതാണ്ടോ അവിടെ ഉണ്ട്, ആ ജനലിലുണ്ട്. ഇത് എവിടെ വെക്കണം എന്ന് മുട്ടിക്കഴിഞ്ഞാൽ അവിടെ അവാർഡ്സ് ആണ് നിറച്ചുള്ളത്. കാരണം ഇത്രയും 30 വർഷത്തെ ഒരു ജേർണിയില് കിട്ടുന്ന ഓരോരോ ആൾക്കാരുടെ ഇത് ഇഷ്ടവും അല്ലെ, നമ്മുടെ കരിയറിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ലഭിക്കുന്ന ഓരോ ഓർമ്മകൾ, മെമ്മറീസ്. എനിക്ക് തോന്നുന്നു എല്ലാം മെമ്മറീസ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു അല്ലേ? അടുക്കളയിൽ വരേണ്ട മെമ്മറി, അതൊക്കെ പഴയ സാധനങ്ങൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയതാ. അടുക്കളയിൽ എനിക്കിത് മ്യൂസിയം ആവുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് കളർഫുൾ ആയിട്ട് കാണാൻ പറ്റും തോന്നുന്നു. ഈ പെയിന്റ് ചെയ്യോ ചേട്ടൻ? പെയിന്റിങ് ഞാനല്ല, ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്ത് വികാസ് വരച്ച ചിത്രമാണ്. അവിടെയും ഉണ്ടല്ലേ മറ്റേ മറിമായത്തിന്റെ ഒരു ഫോട്ടോ. ഇത് മറിമായത്തിന്റെ ആദ്യകാല ഫോട്ടോ ആണ് കേട്ടോ. അത് ആദ്യത്തെ രചന നാരായണൻകുട്ടിക്കുള്ള സമയം. അവരൊക്കെ ഇപ്പൊ എല്ലാവരും ഈ മറിമായത്തിലൂടെ വന്നല്ലേ സിനിമയിൽ എത്തിപ്പെട്ടു. ഇതാണ് ഞാൻ ആക്കിയ എൻ്റെ അച്ഛനും അമ്മയും. രണ്ടുപേരും ഒന്ന് സ്വർഗത്തിലിരുന്ന് എൻ്റെ കഥകളും കാണുകളൊക്കെ കാണുകയാണ്. അവർക്കൊരു ഭയങ്കര, ഇപ്പൊ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ഒരു കലാകാരൻ എന്ന നിലയിൽ അവർ ഭയങ്കര അത് ഭയങ്കര അഭിമാനമായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച അമ്മയാണ്. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അമ്മയാണ് മമ്മൂക്കയുടെ കൂടെയുള്ള എൻ്റെ സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയ്ക്ക്. ഇവിടെ ഇങ്ങനെ ആളുകൾ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ വരുമ്പോൾ അമ്മ എന്നെ കുറിച്ച് അമ്മയാണ് അവരോട് സംസാരിക്കുക. അവൻ ആദ്യം പാട്ട് പഠിപ്പിക്കാൻ വിട്ടത് ഞാനാണ്, അതിന്റെ ഫീസ് കൊടുത്തത് ഞാനാണ്, ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടത് അഭിമാനത്തോടെ സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുത്തത് ഞാനാണ് എന്നൊക്കെ പറയായിരുന്നു അമ്മ. അമ്മ ഇപ്പൊ എല്ലാവരും ഇപ്പൊ പ്ലസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, കുഞ്ഞിമാഷും അച്ഛനും അമ്മയും എല്ലാവരും ഈ ഒരു സക്സസിന്റെ ഒരു ഭാഗം തന്നെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എവിടെ നോക്കിയാലും മുക്കിലും മൂലും അവാർഡ്സ് ആണ്. കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡും കൂടെ ഉണ്ട്. അവാർഡ് എല്ലാവരുടെ പേരിൽ, ഇപ്പൊ മരിച്ചുപോയവരുടെ താരങ്ങളുടെ പേരിൽ ഒട്ടുമിക്ക അവാർഡ്, പ്രേം നസീർ അവാർഡ്, PJ ആന്റണി അവാർഡ്, ബാലിക നായർ അവാർഡ്, ക്യാപ്റ്റൻ രാജു അവാർഡ്, പിന്നെ ശാന്താദേവി അവാർഡ്, അങ്ങനെ കുറേ പേരുടെ മെമ്മോറിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മണിച്ചേട്ടന്റെ പേരുള്ള അവാർഡും കിട്ടി. നമ്മൾ കാണാത്തയും പരിചയപ്പെടാത്തയും ഒത്തിരി അവാർഡ്സ് ഇവിടെ ഉണ്ട്. ഇതൊരു മ്യൂസിയം ആയിട്ട് മാറുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് കാണാം. നമ്മളൊക്കെ ശരിക്കും കലാകാരന്മാർക്ക് മരണമില്ല എന്ന് പറയുമല്ലോ. തീർച്ചയായും. എത്ര നമ്മളിപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ എപ്പോഴും അതിശയപ്പെടാറുണ്ട്. യൂട്യൂബിൽ നിന്ന് തുറന്ന് വിനോദ് കോവറിന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തമാശകളും നമ്മുടെ പാട്ടുകളും നമ്മുടെ കഥകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇത് എല്ലാ കാലവും ഇങ്ങനെ നിൽക്കും. അതിന് പുറമെ ഇപ്പോൾ ഞാനില്ലാതായി കഴിഞ്ഞാലും കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ കുഞ്ഞിനി മാഷ്ട വീട്ടിലും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലേക്ക് ആൾക്കാർ പോകുമ്പോൾ കാണുന്ന കുറേ കാഴ്ചകൾ, അതുപോലെ MAT മുസ്ലിം വീട്ടിൽ വന്നാൽ ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാം. സന്തോഷം, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു അല്ലേ ചോദിച്ചു പോകാമല്ലോ. ശരിയാ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനൊരു വീട്, ഇങ്ങനെ അതിനായിട്ട് നിൽക്കുന്നൊരു വീട്. അതാണ്.
ഒരു ക്യാരക്ടർ ചെയ്തു. ഈ ക്യാരക്ടറിലെ നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ നമ്മൾ റിയൽ പേരിനോടൊപ്പം തന്നെ ആളുകൾ വിളിക്കുന്നു. സത്യത്തിൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. നമുക്ക് കിട്ടുന്ന അവാർഡിനെക്കാട്ട് വലുതാണെന്ന് എപ്പോഴും കലാകാരന്മാർ പറയാറുണ്ട്. അത് എന്നോട് എനിക്കത് ബോധ്യപ്പെടുത്തി തന്നത് നമ്മുടെ മമ്മൂക്കയാണ്. മമ്മൂക്കയാണ് എന്നോട്, ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, ഈ എമേറ്റ് മൂസ ഇങ്ങനെ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് ഞാൻ മമ്മൂക്കയുടെ കൂടെ സിനിമയിൽ അഭിനയിക്കുന്നത്. ആ സെറ്റിലുള്ള ആളുകളൊക്കെ എന്നെ മുസുകായ് ഇങ്ങോട്ട് വരി, ഇവിടെ ഇരിക്കും, മുസുകായ് ഇവിടെ വരി, മുസുകായ് അടുത്തുള്ള സീനാ ഇങ്ങനെ. അപ്പോൾ എടാ നിന്റെ പേര് വിനോദ് എന്നല്ലേ മമ്മൂക്ക? ഞാനിപ്പോൾ എല്ലാവരും മുസുകാനെ വിളിക്കണം, മമ്മൂക്ക എന്താ ചെയ്യാൻ, നല്ലതാടാ അത്. നമ്മുടെ പേര് മാറിയിട്ട് മറ്റൊരു പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് വലിയൊരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിനോടുള്ളൊരു ഇഷ്ടം തോന്നിയത്. സത്യമാണത്. കാരണം ഇപ്പം എവിടെ ഇറങ്ങിക്കാലും ആളുകൾ മുസക്കായി എന്നാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. ഞാനിപ്പോൾ മറുമായത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. പക്ഷെ അതിൽ മൊയ്തു എന്ന് വിളിക്കുന്നത് റയറായ ആളുകളാണ്. കൊച്ചു കുട്ടികൾ അമ്മയുടെ ഒക്കത്തിരുന്നിട്ട് എന്നെ ഉമ്മ മൂച്ചക്കായി എന്ന് പറയുന്ന ഒരു അത് ഭയങ്കര രസമാണ്. അപ്പോൾ ആ കുട്ടിയോട് ഒരു കൗതുകം തോന്നും നമുക്ക്. അപ്പോഴാണ് ഉമ്മ തിരിഞ്ഞു നോക്കുക, അല്ലോ മോള് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കേട്ടോ, ഓൾക്ക് ഇത്ര പെട്ടെന്ന് മനസ്സിലായി നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് പറയും. ഇവ മിമിക്രി അല്ലെങ്കിൽ കലാകാരന്മാർ ആദ്യമൊക്കെ സ്കൂളുകളിൽ അല്ലെങ്കിൽ ക്ലാസ് മുറികളിൽ ഈ മിമിക്രി ചിലപ്പോൾ ഇപ്പം സാറുമാര് ഇമിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും തുടങ്ങുക. എനിക്ക് തോന്നുന്നു വിനോദായിട്ട് ഈ മിമിക്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആദ്യം ഈ കല എന്ന രീതിയിൽ ആരെ ആദ്യമായിട്ട് ചെയ്ത് കാണിച്ച് സാറുമാരെ തന്നെയാണ്? സാറുമാർ തന്നെയാണ്. അതെ, സാറുമാർ തന്നെയാണ് ചെയ്ത് കാണിച്ചത്. പിന്നെ ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ അനുകരിക്കുന്നതും പല അവിടെ ഇവിടുന്നൊക്കെ കേട്ടിട്ടുള്ള ശബ്ദങ്ങൾ, ഇപ്പോൾ പക്ഷികളുടെ ശബ്ദം, പിന്നെ അതിനൊക്കെ ഒരു വെറൈറ്റി കാണാൻ. ഇപ്പോൾ ആൾക്കാർ പല രീതിയിൽ ഇപ്പം കാക്കയുടെ ശബ്ദം എടുക്കും. പക്ഷേ ഇങ്ങനെ കാക്കയുടെ ശബ്ദം ഉണ്ടാക്കുന്ന ആളെ കിട്ടുമോ? അപ്പം അത് എങ്ങനെ ഇവിടുന്ന് വരണേ എന്ന് ചോദിക്കും ആൾക്കാർ. കോഴിയാകുമ്പം ഇത് മുട്ടയിട്ടിട്ടുള്ള സൗണ്ട് കോഴി. പിന്നെ ഇതൊക്കെ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ വായ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഞാനിപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് മിമിക്രി മോണോക്ട്. ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ സ്വന്തമായിട്ട് കാണുക, ഓരോ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അതുപോലെ അനുകരിക്കുക. എങ്ങനെ നമുക്ക് നമ്മുടെ വായ കൊണ്ട്, ഈ വായ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും വേണ്ടി മാത്രമല്ല, ഒരുപാട് ഉപകാരമുണ്ട് വായ കൊണ്ട്. അപ്പം അത് പണ്ടൊക്കെ ബസ്സുകളിലും ഓട്ടോറിക്ഷകളിലൊക്കെ ഒരു ഹോൺ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ആർജിച്ചെടുത്ത കാര്യങ്ങളാണ്. 53 സിനിമകൾ ഓൾറെഡി ചെയ്തു. ഇനി എനിക്ക് ഇന്ന കഥാപാത്രം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡ്രീം കഥാപാത്രം, എനിക്ക് ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണം, അങ്ങനെ ഒരു സ്വപ്നം ഉണ്ട്. കാരണം ഞാനിപ്പം അഭിനയിച്ചാലൊന്നും ഇപ്പോൾ ഈ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഞാൻ. അത് മമ്മൂക്കയുടെ വർഷത്തിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാം. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു. പുതിയ തീരങ്ങളിലെ വിക്കൻ ചന്ദ്രൻ എന്നുള്ള, അതിൽ വിക്ക്. അതുപോലെ വിക്കായിട്ടുള്ള പിന്നെ വേറൊരു സിനിമ ചെയ്തു, കട്ടപ്പാടത്ത് മാന്ത്രികൻ എന്ന സിനിമയിൽ ഒരു വിക്കനായ അച്ഛനായിട്ട്. അതിലും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഈ വിക്ക് എന്ന് പറഞ്ഞത് ഡബ് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടും. ഈ വിക്ക് എത്രമാത്രം കറക്റ്റാക്കാൻ അത് ഭയങ്കര പ്രയാസമാണ്. ഡബ് ചെയ്യാൻ അത്രയും സമയമെടുക്കും. അപ്പോൾ അതും എനിക്ക് വ്യത്യസ്തമായി തോന്നിയൊരു ക്യാരക്ടറാണ്. പക്ഷേ എനിക്ക് ചെയ്യാനായി ഇപ്പോൾ ഷോർട്ട് ഫിലിമിലാണ് ഞാൻ കൂടുതലും വ്യത്യസ്തമായ ക്യാരക്ടറുകളൊക്കെ ചെയ്തത്. അപ്പോൾ സിനിമയിലും അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു വില്ലൻ ടച്ചുള്ള കുറച്ച് നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള, ഇപ്പോൾ മന്ദബുദ്ധി, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരായിട്ട് അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ട്. ഇല്ല, ഞാനതൊക്കെ മോണാക്റ്റിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ മോണാക്റ്റിൽ ചെയ്ത ചില കഥാപാത്രങ്ങളൊക്കെ ഇന്നും ആളുകൾ പറയും. കാരണം ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ചില വീട്ടിലൊക്കെ പോയിട്ട് പഠിപ്പിക്കുമ്പോൾ ആ വീട്ടിലെ പാരൻസ് ഇങ്ങനെ നോക്കി വെക്കുമോ, വിനോദ് ഇങ്ങനെയൊക്കെ എങ്ങനെ എൻ്റെ മകന് ചെയ്യാൻ പറ്റുക, അയ്യോ വിനോദ് അമേസിങ്, ഈ കരച്ചിൽ വന്ന് വിനോദ് അങ്ങനെ പറഞ്ഞപ്പോൾ എന്നൊക്കെ പറയും ചില അമ്മമാർ. നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് വന്നത്, കാരണം ഏത് ക്യാരക്ടറും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായത് മറുമായം. കാരണം 870 കഥാപാത്രങ്ങളാണ് മറുമായത്തിലിപ്പോൾ ചെയ്തു 15 വർഷം കൊണ്ട്. 870 കഥാപാത്രങ്ങൾ. ഇന്ന് ഞങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് സത്യം. ഇന്ന് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് മറുമായത്തിൻ്റെ ഒരു എപ്പിസോഡ് അത് യൂട്യൂബിലാണെങ്കിലും ടി വിയിലാണെങ്കിലും നമ്മൾ ഇരുന്ന് കാണും. അതൊരു എപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എപ്പിസോഡ്സ് ആണ് നിങ്ങൾ ചെയ്തു വെക്കുന്നത്. ആളുകളൊക്കെ പറയുന്നത് മറുമായത്തിൻ്റെ ഓരോ എപ്പിസോഡും അവരുടെ ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂളാണെന്നാണ് പറയുക. സത്യമാണ്. ഈ അടുത്ത കാലത്ത് ഞാനൊരു സിനിമ കാണാൻ പോയി, ഞാനും വൈഫും. അപ്പം എൻ്റെ തൊട്ടടുത്തൊരു ഫാമിലി ഉണ്ട്. അവർ കയറി അവരുടെ അടുത്ത് ഇരുന്നപ്പോൾ തന്നെ അയ്യോ മറുമായത്തിലെ മൊയ്തുവല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. സിനിമ ഇൻ്റർവെൽ ആയപ്പോഴേക്ക് തന്നെ
ആകെ ഉഴഞ്ഞു. ഭാര്യ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് സിനിമയ്ക്ക്. ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് പോണോ, വീട്ടിൽ പോകണോ, ഇത്ര ബോറാണേ. ഭാര്യ നോക്കുക ഇൻ്റർവെനേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ. അപ്പോൾ ഈ ഇരിക്കുന്ന ആളോട് ചോദിച്ചു പോരല്ലേ സിനിമ, വിചാരിച്ചത്ര ക്വാളിറ്റി ഇല്ല. അത് ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമ മൊത്തം കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങൾ ഡള്ളായി, കാശ് പോയി എന്നുള്ള രീതിയിൽ എണീക്കുക. അപ്പോൾ ഇയാൾ എൻ്റെ കൈ പിടിച്ച് പറയുക, ഇതിലും നല്ലത് നിങ്ങളെ മറിമായത്തിൻ്റെ ഒരു എപ്പിസോഡ് കാണുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം മറിമായത്തിൻ്റെ വില എന്ന് ആലോചിച്ച് നോക്കൂ. സത്യം, അത് ഇത്ര വർഷം കൊണ്ട് ഇപ്പോഴും ആളുകൾ പറയുമ്പോൾ ഇപ്പം മറിമായ കാണുമ്പോൾ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ട്, അതും കട്ടൊക്കെ നിൽക്കുന്ന ഒരു തമാശ പറഞ്ഞാൽ അതിന്റെ ഇരട്ടി പറയുന്ന ആളുകളാണ്. അപ്പൊ നമ്മളിപ്പോഴും വിചാരിക്കും എങ്ങനെ ഈ ഷൂട്ടിംഗ് സെറ്റ് എങ്ങനെയായിരിക്കും, കാരണം ഇത്ര തമാശകൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷനും ആ സമയത്ത് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? മറിമായത്തിൽ നടക്കുന്നതിനെക്കാട്ടും തമാശ പുറത്ത് നടക്കുന്നുണ്ട് റിഹേഴ്സൽ സമയത്ത്. പിന്നെ ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുമല്ലോ. ഒരു 2 വർഷം തന്നെ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴേക്ക് കെമിസ്ട്രി വർക്കൗട്ടാവും. ഇപ്പം ഞാൻ സത്യശീലൻ്റെ മുന്നിൽ ചെന്നു, ഞാൻ എന്ത് പറയുന്നു സത്യശീലന് അറിയാം. അവിടെ നിന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഇല്ല, സ്ക്രിപ്റ്റ് ഉണ്ട്, സ്ക്രിപ്റ്റ് വായിക്കും, പക്ഷെ നമ്മൾ പറയുന്ന ഡയലോഗൊക്കെ നമ്മൾ അപ്പം തോന്നിയ ഈ സ്പോട്ട് ഇംപ്രവൈസേഷനാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു വില്ലേജ് ഓഫീസറാണ് ഇരിക്കുന്ന ആളെ മുന്നിൽ ഞാൻ പോയിട്ട് സാറേ അപ്പോൾ അത് മറ്റേത് കിട്ടിയില്ലല്ലോ സാറേ, മിനിഞ്ഞാന്ന് വരാമെന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്ന് വന്ന്, ഇന്ന് പോകുന്നത് ഇന്നും എന്നോട് ഇനി അടുത്ത ദിവസം വരാൻ പറഞ്ഞു, ഞാനെന്താ വേണ്ടത്? അപ്പോൾ അയാൾ എന്തെങ്കിലും ഒന്ന് പറയും, അതിന് ഞാൻ തിരിച്ചു പറയും. പിന്നുള്ള ഒന്നും സ്ക്രിപ്റ്റ് അല്ല, അവസാനം കയ്യിൽ നിന്നിട്ടിട്ട് അവസാനം ഒരാൾ ചിരിച്ചു പോകുമ്പോഴാണ് ഡയറക്ടർ കട്ട് പറയുക. അതുവരെ എങ്ങനെ പോകും. ഇപ്പോൾ ഡയലോഗൊക്കെ ഇപ്പോൾ ഈ പ്രോംപ്റ്റിംഗ് ഇല്ലല്ലോ, നമ്മൾ ബൈഹാർട്ട് പഠിച്ച് പറയണം, സ്പോട്ട് ഡബിങ് അല്ലേ. അപ്പോൾ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ചില ക്യാരക്ടേഴ്സിന് കുറച്ച് ഇംഗ്ലീഷും കുറച്ച് നിയമങ്ങളൊക്കെ വരണമെങ്കിൽ അത് വിനോദ് ചെയ്തോന്ന് പറയും. കാരണം അത് റിസ്ക്കാണ്, അതൊന്നും ഇങ്ങോട്ട് കയറി നിൽക്കൂല. അത് നിങ്ങൾ ചെയ്യുമ്പോൾ റെഡി ആവാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, അങ്ങനെ തട്ടും. അവസാനം ഇത് എടുക്കുന്ന ആള് പാടുപെടും. 4-5 ടേക്ക് എടുക്കുമ്പോഴേക്ക് തന്നെ വേർക്കും. മറിമായത്തിൻ്റെ ലൊക്കേഷനിൽ ചെന്നാൽ നമ്മൾ നമ്മുടെ എല്ലാ വറീസും മറക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം എല്ലാവർക്കും പേഴ്സണലി പല വിഷമങ്ങളും ഉണ്ടാവും. വീട്ടിൽ ഭാര്യയ്ക്ക് വയ്യാത്ത പ്രശ്നം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ മരണം, ഇതൊക്കെ ഉണ്ടാവുമെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന വരെ ഒരു വറിയില്ല. അപ്പോൾ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക ഞങ്ങൾ ഒത്തുകൂടാൻ. കാരണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന രസങ്ങൾ. ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഷൂട്ടിങ് ഇപ്പോൾ ഒരു 3 പേര് മാത്രം ഷൂട്ടുള്ള സമയത്ത് ബാക്കി 6 പേരും വെറുതെ ഇരിക്കുക. ഈ 6 പേരിന്ന് ചർച്ചകൾ, അപ്പോൾ അത് പുതിയ ഇറങ്ങിയൊരു സിനിമയെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും, അല്ലെങ്കിൽ പുതിയ വരാനിരിക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും. അങ്ങനെ ഒരുപാട് നല്ല ചർച്ചകളൊക്കെ ആയിട്ട് സജീവമാണ്. ചർച്ചകളൊക്കെ ഒന്ന് ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്ത് നമുക്കൊരു എപ്പിസോഡാണ്. കാരണം നിങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങള് സമൂഹത്തില് ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളായിരിക്കാം. ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു വിഷയം നടന്ന ഇത് മറിമായം ടീം സംസാരിക്കും എന്ന് ഞങ്ങൾക്ക് ഓൾറെഡി ഉറപ്പുണ്ട്. ചിലപ്പോൾ ആ റീലായിരിക്കും ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവാം. ഇപ്പൊ രാഷ്ട്രീയത്തിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്, എല്ലാവരും ഒറ്റ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ പത്രത്തിൽ അന്ന് വന്നൊരു ന്യൂസ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ ഇത് എങ്ങനെ സഹിക്കാന്ന് പറയുമ്പോഴേക്ക് കോൺഗ്രസിന്റെ ആള് നേരെ അതെന്താ നിങ്ങൾ അങ്ങനെ പറയണത്? ഇപ്പൊ പണ്ട് ഞങ്ങൾ പിന്നെ ഇയാൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആന്റണി പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല, അടിയുടെ പക്കത്തേക്ക് എത്തും. അവസാനം ഡയറക്ടർ അതെ സീനായി, മതി അതൊക്കെ പിന്നെ അപ്പൊ ശരി, അപ്പൊ സത്യശീല വാ ഒക്കെ മാറി. ഈ നമ്മളെപ്പോഴും ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലാനോട് കൂടി നമ്മൾ അഭിനയം സ്റ്റാർട്ട് ചെയ്യാണ്. കട്ടൊക്കെ ഇന്ന് ആളുടെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു രക്ഷയില്ലാന്ന് തോന്നി. അസാധ്യമായിട്ട് പെർഫോം ചെയ്യുന്ന കലാകാരന്മാരാണ് കൂട്ടത്തിലുള്ളത്, എങ്കിലും ഇന്നൊരാളുടെ പെർഫോമൻസ് ഗംഭീരാണെന്ന് പറയാൻ തോന്നുന്ന ഒരാളുടെ പേര് എല്ലാവരും. ഇപ്പൊ മണികണ്ഠനാണ് ഞങ്ങളുടെ അവിടുത്തെ കിങ്. അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ കഴിഞ്ഞ് വന്ന ആളാണ്. ഞങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ പാരമ്പര്യങ്ങളൊന്നുമില്ല. പിന്നെ നിയാസ് ബക്കർ എന്ന് പറഞ്ഞാൽ നിയാസ് ബക്കറിന്റെ അച്ഛൻ അത്രയും നല്ലൊരു കലാകാരനാണ് അബൂബക്കർ. അയാൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബാക്കി ഞങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പം മണിയേട്ടനാണ് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ ക്യാരക്ടറുകൾ ചെയ്യുന്നത്. മണിയേട്ടൻ ചില ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പോയി മണിയേട്ടനെ കെട്ടിപ്പിടിച്ച് പോകും. അതുപോലെ എല്ലാവരും ഇപ്പം ഞാനിപ്പോൾ ചില ഘട്ടങ്ങളിൽ ചില വിറ്റുകളൊക്കെ നമ്മൾ അറിയാണ്ട്, അപ്പോൾ കോഴിക്കോട് സ്ലാങ്ങിൽ ഞാൻ ചില സാധനങ്ങൾ പറയുമ്പോൾ ഇവരൊക്കെ ചിരിച്ചു പോകും. കാരണം അവർ ആരും പ്രതീക്ഷിക്കുന്നില്ല എങ്ങനെ ഒരു സാധനം പറയുന്നേ. അത് നമ്മുടെ കോഴിക്കോടൻ ഭാഷയുടെ ഒരു സുഖം തന്നെയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആ സമയത്ത് എപ്പോഴോ അയാളെന്റെ കൗത്തിന് പിടിച്ചിട്ടാ തള്ളിയത് അറിയാം നിങ്ങൾക്ക്. എന്തിനു പിടിച്ചിട്ട്? കൗത്തിന്. എന്താ അത്? ഇങ്ങനെ കഴുത്തിനായിരുന്നു കൗത്ത് എന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്ന ചില സാധനങ്ങളുണ്ടല്ലോ. പിന്നെ അപ്പോൾ അത് അങ്ങനെയുള്ള രസങ്ങളൊക്കെ വരുമ്പോൾ പരസ്പരം എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു മിടുക്ക്. കുഞ്ഞുണ്ണി മാഷിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് എനിക്ക് വിനോദേട്ടൻ്റെ
ഒരു ഇന്ന് കാണുന്ന വിനോദേട്ടന്റെ ഒരു സക്സസിൽ ഒരു വലിയൊരു പങ്ക് കുഞ്ഞുണ്ണി തീർച്ചയായിട്ടും. ഞങ്ങൾ എപ്പോഴും നമ്മളെ പോലെയുള്ള ആൾക്കാർ കുഞ്ഞുണ്ണി മാഷ് കണ്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഷിജിയൊന്നും കണ്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ആ ഒരു ഭാഗ്യം കിട്ടി. അതെങ്ങനെയാ കാണുന്നത്? ഇപ്പൊ പേര് പറയുമ്പോ പോലും അദ്ദേഹമായിരുന്നു പറഞ്ഞത് ഭാവിയുണ്ട്. കുഞ്ഞുണ്ണി മാഷ് ശരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തിന് വഴിത്തിരിവുണ്ടാക്കിയ ഒരാളാണ് കുഞ്ഞുണ്ണി മാഷ്. ആകസ്മികമായിട്ടാണ് കുഞ്ഞുണ്ണി മാഷിനെ പരിചയപ്പെടുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു ആത്മബന്ധം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കുഞ്ഞുണ്ണി മാഷക്ക് ഞാൻ മകനായിരുന്നു. പലരിടത്തും കുഞ്ഞുണ്ണി മാഷ് അങ്ങനെ പറയുന്നുണ്ട്, വിനോദ് എൻ്റെ മോനാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ വരുന്നു, എൻ്റെ വീട്ടിൽ വന്ന് അന്ത്യം ഇറങ്ങി പോയതും അത്ഭുതമാണ്. എൻ്റെ ഈ വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഞെട്ടിയിട്ടുണ്ട്. അമ്മയും അച്ഛനും ഞെട്ടി. അമ്മയും അച്ഛനൊന്നും ഒരിക്കലും കുഞ്ഞുണ്ണി മാഷ് വീട്ടിൽ വരുന്ന പ്രതീക്ഷിച്ചില്ല. വീട്ടിൽ വന്നു പോകുന്നില്ല, ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം കുഞ്ഞുണ്ണി മാഷ് പോണത്. അന്നാണ് എൻ്റെ അമ്മ കുഞ്ഞുണ്ണി മാഷോട് ഇങ്ങനെ പറഞ്ഞത്, ഇവൻ അമ്മ കംപ്ലൈൻറ്റ് പറഞ്ഞതാ, മാഷെ ഇവൻ ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ല, മാഷെ ഇവനോട് PSC ഒക്കെ എഴുതാനൊന്ന് പറ, ഇവന് ജോലിയൊക്കെ കിട്ടണ്ടേ, ഇവനിങ്ങനെ നടന്ന, ഇവന് പെണ്ണ് കിട്ടണ്ടേ മാഷെ, കലാപരിപാടി എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മാഷ് ചിരിച്ചിട്ട് എൻ്റെ അമ്മയോട് ചോദിച്ചതാ, എന്താ മോന് പേരിട്ടിരിക്കണമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, വിനോദ്. അതാണ് കുഴപ്പമായതേ, എന്തിനാ അങ്ങനത്തെ ഒരു പേരിട്ട? ഈ വിനോദം എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താ? മറ്റുള്ളവരെ വിനോദിപ്പിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് എത്തിയവനാണ് അവൻ ആ പണി ഭംഗിയായിട്ട് ചെയ്യണ്ടല്ലോ എൻ്റെ മോൻ. അവനെ നാടറിയുന്ന നടനാവും, കലാകാരനാവും. ഞാനാ പറയണേ, ഒരു ജോലിക്ക് അവനങ്ങൾ നിർബന്ധിക്കണ്ട, കയറൂരി വിട്ടോളൂ. ഇന്നും ഞാൻ ഓരോ പ്രോഗ്രാം തുടങ്ങുമ്പോഴും കുഞ്ഞിനി മാഷം നമിച്ചുകൊണ്ടാണ് ഞാൻ ആ പ്രോഗ്രാം തുടങ്ങുക. ഇന്നത്തെ കാലത്ത് ഇപ്പം ഇന്ന് ഒരുപാട് മാറി. ഒരു സമയത്ത് കലാകാരന്മാർക്ക് ഇപ്പം പിന്നിട്ടാത്ത അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഇതൊരു ജോലിയായിട്ട് ആളുകൾ കാണാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഒത്തിരി മാറി കേട്ടോ. ഇപ്പൊ എല്ലാവരും എനിക്കൊന്നും കലയുണ്ടെങ്കിൽ അവർ പാരന്റ്സ് അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റത്തെ ശരിക്കും എങ്ങനെയാ കാണുന്നത്? സത്യമാണ് അത് ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ. പണ്ടത്തെ കാലത്തൊക്കെ ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ വളരെ മോശക്കാരാന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. കള്ളുകുടിയന്മാർ, കലാകാരന്മാർ തന്നെ കള്ളുകുടിയന്മാരാണ്, പെണ്ണുപിടിയന്മാരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് പൊതുവെ ഉണ്ടായി. പക്ഷെ ഇപ്പം അതൊക്കെ ഒരുപാട് മാറി. ഇപ്പോൾ പണ്ടത്തെ പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം വളരെ നീറ്റായിട്ടാണ് എല്ലാ മേഖലയും പോകുന്നത്. അപ്പം ഞാൻ 11 പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞ പോലെ 11 വീട്ടിൽ നിന്നും 11 പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടമായതാണ്, പക്ഷെ അവർക്ക് എന്നെ ഇഷ്ടമായില്ല. എന്നെ ഇഷ്ടമായിട്ടല്ല, പെൺകുട്ടികൾക്ക് എന്നെ ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ പേരൻസ് പറയുന്നു ജോലിയില്ലാതെ പെണ്ണ് കൊടുക്കില്ല, കലാകാരന്മാർക്ക് പെണ്ണ് കൊടുക്കുന്ന പരിപാടിയില്ല. ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോഴും ആ പെൺകുട്ടികൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്, പക്ഷെ മാതാപിതാക്കൾ എങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോഴാണ് അമ്മ ഇപ്പം എങ്ങനെയുണ്ട്, ഞാനൊക്കെ അന്നേ പറഞ്ഞല്ലേ ഒരു ജോലി സമ്പാദിച്ചോളാൻ, ഞാൻ അനുഭവിച്ചോ എന്ന് ആ രീതിയിലൊക്കെ അമ്മയുടെയൊക്കെ സംസാരേ. പിന്നെ അവസാനം ഒരു പെണ്ണ് വന്നു. ആ പെൺകുട്ടിയെ ഞാൻ ഇപ്പം എൻ്റെ ഭാര്യയായിട്ടുള്ള അവളെ വീട്ടിലും ഇതേപോലെ പ്രശ്നങ്ങൾ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ വീട്ടിലും ഇങ്ങനെ സംസാരം ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ അവൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ പോയിട്ട് അവളെ പോയി കണ്ടിട്ട് അവളോട് ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമായിട്ടുണ്ട്, നിനക്ക് എന്നെ ഇഷ്ടമായിട്ടെന്ന് ഞാൻ വിശ്വസിക്കണം, വീട്ടിലിങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത് അറിയണം, നീ അവരോട് പറയുക. കലാകാരനാണ് ഞാൻ, പക്ഷെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് കിട്ടുന്ന വരുമാനം എനിക്കൊരു മാസം കിട്ടുന്നുണ്ട്. അതിന് ശമ്പളമല്ല, അത് കൂലിയാണ്. നിന്നെ ഒരു വിഷമം കൂടാണ്ട് പോറ്റാൻ എനിക്ക് സാധിക്കും, അതെൻ്റെ ധൈര്യമാണ്. ഈ കൊടുത്ത ധൈര്യം അവൾ വീട്ടിൽ പോയിട്ട് വാശി പിടിച്ചതിൻ്റെ പേരിലാണ് കല്യാണം നടന്നത്. ഇന്ന് അവൾ എൻ്റെ കൂടെ സുഖലോലുപയായിട്ട് ജീവിക്കുകയാണ്. കാരണം സത്യമാണ്, കലാകാരന്മാരുടെ ഈ വരുമാനം എന്ന് പറഞ്ഞാൽ അത് ശമ്പളമല്ലല്ലോ, കൂലിയാണ് ശരിക്കും. അല്ലാണ്ട് മാസത്തിൽ ശമ്പളം കിട്ടാൻ നമുക്കില്ല, അതാണ് സത്യം. പക്ഷെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ എൻ്റെ ഭാര്യ ഇന്നും പറയും, ഭാര്യയ്ക്ക് എത്രയോ സന്തോഷമാണ് എൻ്റെ ഭാര്യയായിട്ട് വന്നതിൽ. അവൾ അഭിമാനിക്കുന്നുണ്ട്. എൻ്റെ നഷ്ടമായ പല പെൺകുട്ടികളും ഉണ്ട്, അവരൊക്കെ എപ്പോഴും വീട്ടിലിരുന്ന് TV-യിൽ എൻ്റെ പ്രോഗ്രാമൊക്കെ കാണുന്നുണ്ടാവാം. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും കെട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാവും, സ്വാഭാവികം. അതുപോലെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചൊരു പെണ്ണുണ്ട്, എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു 5 വർഷത്തെ. അവളും അവസാനം എന്നെ ഇട്ടേച്ച് പോയത് ഈ കാരണം കൊണ്ടാണ്. അവളല്ല, അവളുടെ വീട്ടുകാർ അവളെ ബ്രെയിൻ വാഷ് ചെയ്തു. ജോലിയില്ലാണ്ടൊന്നും മോളെ അവൻ്റെ കൂടെ പോയാൽ നീ കഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് നീ മാറി ചിന്തിച്ചോ എന്ന് പറയുന്നതിൻ്റെ പേരിൽ അവൾ മാറി. കല്യാണം വരെ വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് ഏട്ടന്മാരുടെ ഭാര്യമാരൊക്കെ എന്നെ ഇങ്ങനെ സ്ക്രൂ ചെയ്തു. ഒരു പെണ്ണ് അങ്ങനെ പറഞ്ഞു, ഇത് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണോ, നീ കല്യാണം കഴിക്കണം, എനിക്കൊരു പെണ്ണ് വരും. അങ്ങനെ സ്ക്രൂ ചെയ്തതിൻ്റെ പേരിലാണ് പിന്നെയും പെണ്ണ് കാണാൻ തുടങ്ങിയത്. പെണ്ണ് കാണാൻ പോയപ്പോഴും ഇതേ അവസ്ഥ, എല്ലായിടത്തും കലാകാരനായതുകൊണ്ട് പെണ്ണ് കിട്ടില്ല എന്ന്. അവസാനം ഒരു പെണ്ണ് കിട്ടി, സന്തോഷമായി. പ്രേമിച്ച പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ പെണ്ണിനെ പ്രേമിക്കുക എന്നുള്ള